ഹായ് ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ ഈവനിങ് ഫുഡ് ഇതായിരുന്നു. അലസ്യോ ഓർഡർ ചെയ്തത് നമ്മുടെ പാസ്ത വഴുതനങ്ങ ഇട്ടിട്ടുള്ള ഒരു പാസ്തയിട്ട് അതായിരുന്നു കേട്ടോ. പാസ്ത കോൺ മെലൻസാണ്. ഞാൻ മഷ്റൂം പാസ്തയായിരുന്നു ഓർഡർ ചെയ്തത്. ഇതാണ് എൻ്റെ പാസ്ത. അടിപൊളിയായിരുന്നു. ടേസ്റ്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഫുഡ് അടിപൊളിയായിട്ട് ഇവരിടാം. അതിനകത്തേക്ക് ഞാൻ കുറച്ച് പർമിജാനോ, അതായത് നമ്മുടെ ചീസ്, ഒരു ടൈപ്പ് ഓഫ് ചീസൊക്കെയാണ് ഇവിടുത്തെ, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. അതും കഴിക്കുന്നുണ്ട്. എൻ്റെ കഴി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റാണ്. അങ്ങനെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു കലാബ്രേസക്കാരുടെ ഒരു പ്രത്യേക തരം ഡിഷാണ് കേട്ടോ. ഇത് പന്നി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, സലാമ എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു എന്താ പറയുക, വേറൊരു വേർഷൻ എന്നൊക്കെ പറയാം. അങ്ങനെ ഇത് മുക്കാ ഭാഗവും മുളകാണ്, പിന്നെ പന്നിയുടെ ഒരു ഇറച്ചിയും കൂടി അരച്ച് അങ്ങനെ ആക്കി എടുത്തതാട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെ സെക്കൻഡ് അല ഓർഡർ ചെയ്ത ഫിഷും ഈ സെക്കൻഡിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷും കൂടി ഉണ്ടാവും കേട്ടോ. അത് ഏതെങ്കിലും ഒരു വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അവരുടെ ഇത് ഓപ്ഷനിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഫിഷിൻ്റെ കൂടെ അല സുക്കിനി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ ഇറ്റാലിയൻ വേർഡാണ് കേട്ടോ. ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്തതൊക്കെ വരുമ്പോഴേക്കുന്ന സമയം എടുക്കണോണ്ട് ഞാൻ പിന്നെ അതിന് മെനക്കെടാറില്ല. പിന്നെ എൻ്റെ ഇതായിരുന്നു, ചിക്കനായിരുന്നു, ഗ്രില്ല് ചെയ്ത ചിക്കനായിരുന്നു. പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത്, എന്നാലും ഞാൻ പിന്നെ കഴിച്ചു. എൻ്റെ സൈഡ് ഡിഷ് വന്നിട്ട് പൊട്ടാറ്റോ ചിപ്സ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മയണൈസും കൂടി കൂട്ടി അങ്ങനെയൊക്കെ കഴിച്ചായിരുന്നു. അലയും അല അതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അലയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് ഐസ്ക്രീം ഓപ്ഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ അന്ന് എന്താ പറയുക, വാട്ടർമെലൺ തന്നെയായിരുന്നു ചൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.